കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു നട്ട്സ് ആൻഡ് ഗ്രീൻസ് റൈത്തയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമസ്തേ, ധന്യാണ്, വെജ് കേരള. ഇത് പ്രോബയോട്ടിക്കാണ്, ഫൈബർ റിച്ച് ആണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് പുളി തീരെ കുറഞ്ഞ നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ്. ഒരു 150 ml വേണം. ഈ തൈര് മിക്സിയിലിട്ട് അടിക്കാതെ കൈകൊണ്ട് ഒരു വിസ്കോ സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ട് കട്ട ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് വാട്ടറി ആയി പോവും. അതുകൊണ്ടാണ് ക്രീമിനെസ് ആണ് ഈ ഒരു റൈത്തയുടെ ഒരു സവിശേഷത. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് നട്ട്സ് ആണ്. ഇതിൽ കൂടുതലായും എടുക്കുന്നത് പീനട്ടാണ്, നമ്മുടെ നിലക്കടല തോല് കളഞ്ഞത്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബദാമും കശുവണ്ടി പരിപ്പുമാണ്. അതല്ലാതെ നമുക്ക് വാൽനട്ട്, അങ്ങനെ എന്ത് നട്ട് വേണമെങ്കിലും എടുക്കാം. എപ്പോഴും നട്ട്സ് എടുക്കുമ്പോൾ പീനട്ട് കൂടുതലായും ബാക്കിയുള്ള നട്ട്സ് എല്ലാം ഏകദേശം ഒരേ അളവിലും എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, തൈരിൻ്റെ അളവിനും അനുസരിച്ച്. ഇനി നട്ട്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി പീനട്ട് മാത്രമായിട്ട് വേണമെങ്കിലും നിലക്കടല മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അടുത്തത് ഇതിലേക്ക് 2 ഗ്രീൻസ് ആണ് വേണ്ടത്. ഒന്ന് പുതിനയും രണ്ടാമത്തേത് മല്ലിയിലയും. പുതിന ഒരു ചെറിയ ഒരു ഹാഫ് പിടി എടുക്കുക. അതിൻ്റെയും ഹാഫാണ് മല്ലിയില എടുക്കേണ്ടത്. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞ് ആണ് ചേർക്കുന്നതെങ്കിൽ പുതിനയില നമ്മൾ പീനട്ടിൻ്റെ കൂടെ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. രണ്ടും രണ്ട് വിധത്തിൽ ഇങ്ങനെ ചേർത്താലേ ആ ടേസ്റ്റ് നന്നാവുള്ളൂ. ഇതായിപ്പം മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല ചേർത്തു. അതിൻ്റെ കൂടെ പുതിനയും കൂടെ ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി ഒന്ന് തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. പുതിന ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തധികം വെക്കാൻ പാടില്ല കേട്ടോ, നേരിട്ട് തൈരിലേക്ക് ഇട്ടേക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ ക്രഷ് ചെയ്ത പരുവം ഒന്ന് ശ്രദ്ധിക്കണേ. പുറത്ത് അധിക നേരം അരച്ച് വെച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ച് പുതിന വെച്ചിരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മാറിപ്പോവും, കളറും മാറും. ഈ ഒരു റൈത്ത നമുക്ക് അതിൻ്റെ നല്ല ഫ്ലേവറിൽ കിട്ടണമെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ അരച്ചിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ക്രീമിനെസ് ഒന്നുകൂടി കൂടും. എന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ ക്രഷ് ചെയ്തപ്പം നിലക്കടലയുടെ കുറച്ച് ഭാഗങ്ങൾ കുറച്ചൊന്ന് അരിഞ്ഞിട്ടും ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് മിക്സ് ആകുമ്പോഴത്തേക്ക് ആ ക്രീമിനെസ്സും ആ തൈരിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഏറും. ഇപ്പോൾ ശ്രദ്ധിക്കണേ, കളറിലും ലുക്കിലും ഒക്കെ വന്നിരിക്കുന്ന വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞു വെച്ചത് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ബദാം ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് ചേർക്കുകയാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നട്ട്സിലൊന്നും ഉപ്പില്ലായിരുന്നു കേട്ടോ. പീനട്ടിൽ പോലും അധികം ഉപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ഉപ്പ് ചേർക്കുന്നത്. അഥവാ നിങ്ങൾ എടുക്കുന്ന നട്ട്സിൽ ഉപ്പിൻ്റെ അംശം ഉള്ളതാണെങ്കിൽ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക കേട്ടോ. നമ്മുടെ റൈത്ത റെഡിയാണ്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയിലയും നട്ട്സും വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നട്ട്സ് ആൻഡ് ഗ്രീൻ റൈത്ത ഇസ് റെഡി. അപ്പോൾ ആരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. ഈ ഡിഷിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഇനി പുതിയ ഡിഷ് വേണമെന്നുണ്ടെങ്കിലോ കമൻറ്റിൽ പറയണേ.